ടി.പി. ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ കൊലപാതകവും വീണ്ടും രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാവുകയാണ്. ടി.പി. വധക്കേസിലെ പ്രതികളെ വിട്ടയക്കാനുള്ള സർക്കാർ നിലപാട് പുറത്തു വന്നതോടുകൂടിയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കെ രമയുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിന്റെ ഒന്നാകെ ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രതിഷേധവും എല്ലാം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ തീരുമാനത്തെ പോലും മറികടന്നുകൊണ്ടുള്ള ഈ തീരുമാനത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയാണ് ഇന്നത്തെ കാര്യത്തിൽ പറയാനുള്ളത്. ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സുജിത്ത് ഈ 3 പേരുടെ ശിക്ഷയിൽ ഇളവ് വരുത്തിക്കൊണ്ട് അവരെ വെറുതെ വിടുക എന്നുള്ള നിലയിലേക്കുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സൂപ്രണ്ട് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിവരവുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് പുറത്തു വന്നതോടുകൂടിയാണ് ഈ വിഷയം കൂടുതൽ സജീവ ചർച്ചയിലേക്ക് വരുന്നത്. കേരള വിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ ലിസ്റ്റ് പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവം അത് ഹൈക്കോടതിയുടെ തന്നെ ഇടപെടൽ, ഹൈക്കോടതിയുടെ തന്നെ നിലപാടിനെ, ഹൈക്കോടതി വിധിയെ തന്നെ മറികടന്നുകൊണ്ടുള്ള ഈ നീക്കത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം, ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ എല്ലാം തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. വിചാരണ കോടതി പ്രതികൾക്ക് ശിക്ഷ നൽകിയിരുന്നു. ആ ശിക്ഷയ്ക്കെതിരെ പ്രതികളും ഒപ്പം തന്നെ ശിക്ഷ കുറഞ്ഞുപോയി എന്ന് കാണിച്ച് വാദിഭാഗവും എല്ലാം തന്നെ ഹൈക്കോടതി സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പരിഗണിച്ച കോടതി ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും ഈ പ്രതികൾ അർഹിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രതികളുടെ ശിക്ഷ ഇരട്ടിയാക്കുന്ന നിലയിലേക്ക് എത്തുകയും ഒരു തരത്തിലുള്ള ഇളവ് നൽകേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ വിധിയെയാണ് ഇപ്പോൾ മറികടന്നുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കെ രമ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാരണവശാലും റെമിഷൻസ് കൊടുക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആ വിധിയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിധി ഉണ്ടായിരിക്കെ അതിനെ മറികടന്നുകൊണ്ട് ഒരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിന് പിന്നെ വലിയ ഒരു ഗൂഢാലോചനയുണ്ട്. അത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി അറിയാതെ ഈ ഒരു നീക്കം ജയിൽ സൂപ്രണ്ടിന് നടത്താൻ സാധിക്കില്ല. ഈ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോൾ പോലും ഈ കേസിലെ പ്രതികളെയൊക്കെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് എല്ലാ കാലത്തും സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പ്രതികൾ പുറത്തു വന്നാൽ പല പ്രാവശ്യം എനിക്ക് തോന്നുന്നു ടി.കെ. രജീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ സംരക്ഷണം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് പലതും പറയാനുണ്ട് എന്ന് എന്നാണ് ഞങ്ങൾക്ക് അനൗദ്യോഗികമായി കിട്ടിയ ചില വിവരങ്ങൾ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരം പ്രതികൾ എന്തെങ്കിലും പറഞ്ഞാൽ ഈ CPM-ൻ്റെ നേതൃത്വത്തിന് മോശമാവും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അത് പറയാതിരിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി അതിന് തടയിടാനും കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് സർക്കാർ പോകും. അല്പം കൂടി കടന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. തോൽവികളിൽ നിന്നും ഒന്നും തന്നെ CPM പഠിക്കുന്നില്ല, തെറ്റിതിരുത്തൽ എന്നുള്ളത് വെറും ഒരു പ്രഹസനം മാത്രമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാണിച്ചത്. ഇത് നമ്മുടെ കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ്, കേരളത്തിന്റെ ഒരു മനസാക്ഷിയോടുള്ള വെല്ലുവിളിയാണ്. 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്ന ക്രൂരന്മാരായ കൊലയാളികളെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ചെയ്ത ഈ കൊലപാതകത്തിൽ നിന്ന് അവരെ ഇപ്പോഴും അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് CPM ആണ്. അപ്പൊ ഇവർ ഇത്രയും ഈ തെരഞ്ഞെടുപ്പിൽ പാഠം പഠിച്ചിട്ടില്ല. തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ഇവർ വീണ്ടും വീഴുന്നത്. ഇത് ഒരു കാരണവശാലും ഈ ശിക്ഷ ഇളവ് കൊടുക്കാൻ സമ്മതിക്കില്ല. കേരളം അതിന് അനുവദിക്കില്ല. ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വന്നിരിക്കുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നതും. എന്തായാലും ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് ഓട്ടോറിക്ഷ അപകടത്തിലല്ല എന്നും ഈ ജാമ്യം നൽകി വിട്ടയക്കാനായിട്ടുള്ള പ്രതികൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല ജയിലിൽ കഴിയുന്നത് എന്നും ആർക്കും തന്നെ, അതായത് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും തന്നെ ബോധ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. എന്തായാലും നിയമസഭാ സമ്മേളനം കൂടി നടക്കുന്ന കാലമാണ്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം സഭയ്ക്കകത്തും പുറത്തും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.